എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിത കിച്ചൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ കൊച്ചുമക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇടുന്ന യൂണിഫോമിൻ്റെ കൂടെയൊക്കെ ഇടുന്ന ചെരുപ്പുണ്ടല്ലോ, ഇതുപോലത്തെ കറുത്ത ഷൂ ഒക്കെ, അത് കുറച്ച് ദിവസമൊക്കെ ആകുമ്പോൾ നല്ലതുപോലെ അതിൻ്റെ നിറമൊക്കെ മങ്ങി അത് ഭംഗിയില്ലാതാവും. അപ്പോൾ അത് നല്ല ഭംഗിയോടെ നല്ല പുതുപുത്തനാക്കാനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ വാസ്ലിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാസ്ലിനും അതുപോലെ തന്നെ നമ്മൾ ഉജാലയും കൊണ്ടുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഞാൻ കുറച്ച് വാസ്ലിൻ എടുത്ത് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിലൊന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തുള്ളി അളവിൽ ഉജാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉജാല ചേർത്ത് നമ്മൾ അതിൻ്റെ ഇത് തുടയ്ക്കുകയാണെങ്കിൽ നല്ലതുപോലെ പുതുപുത്തനായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് തേച്ച് ഇതുപോലെ ഒന്ന് ആ വാസ്ലിനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ആ ഒരു ഷൂവിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ആ ഷൂവിൻ്റെ എല്ലാ ഭാഗത്തും ആ വാസ്ലിനും അതുപോലെ തന്നെ ഉജാലയും കൊണ്ടുള്ള മിക്സ് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നമ്മൾ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ ആ ഒരു ഇത് പൊടിയും അതുപോലെ തന്നെ അഴുക്കെല്ലാം മാറി നല്ലതുപോലെ പുതുപുത്തനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുണിയിലൊക്കെ മുക്കാൻ ഉപയോഗിക്കുന്ന ഉജാല കൊണ്ട് ഇതുപോലെ നല്ല നല്ല പ്രയോജനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലാം ഫുള്ളൊന്ന് തേച്ച ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ലതുപോലെ പുതുപുത്തനായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഫോണൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഫോണിൻ്റെ കവറിൻ്റെ ബാക്കിലൊക്കെ നിറയെ അഴുക്കും പൊടികളൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ആ ഫോണൊക്കെ അഴുക്കാവാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ആ പൊടിയെല്ലാം മാറ്റി നല്ല പുതുപുത്തനാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വാസ്ലിൻ എടുത്ത് ആ ഫോണിൻ്റെ കവറിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്കതിനെ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അത് നമ്മൾ തുടയ്ക്കുമ്പോൾ തന്നെ കാണാൻ നല്ലതുപോലെ നിറം വയ്ക്കുന്നത് കാണാൻ. കണ്ടോ, ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോണിലൊക്കെ എത്ര അഴുക്ക് പിടിച്ച ഫോണിലും നമുക്ക് ആ ഫോണിൻ്റെ കവറിലൊക്കെ നമുക്ക് ഇതുപോലെ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഫോൺ കവറൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കവറിലാണല്ലോ ഏറ്റവും കൂടുതൽ അഴുക്ക് പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സുകളാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മളെ വീട്ടിലൊക്കെ ഇറമ്പിൻ്റെ ശല്യം ഇല്ലാത്ത ഒരു വീടും തന്നെ കാണില്ല. നമ്മളെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ നിറയെ ഇറമ്പിൻ്റെ ശല്യം കാണും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് വാസ്ലിൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ വാസ്ലിൻ ആ ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് നല്ലതുപോലെ അലിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ആ കൗണ്ടർ ടോപ്പിലൊക്കെ നല്ലതുപോലെ ആ ടൈലിലും അതിലൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ ഉറമ്പുകളെ ശല്യമൊക്കെ മാറാൻ നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ച് ഒന്ന് മുക്കിയ ശേഷം നമുക്ക് ആ ഒരു ഇത് നമ്മളുടെ ആ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തുടച്ചിടുകയാണെങ്കിൽ നല്ലതുപോലെ ആ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. ഇതുപോലെയൊക്കെ ഒന്ന് തുടച്ച് നല്ലതുപോലെ വൃത്തിയാക്കി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ഈ മധുര പലഹാരങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കേക്കിൻ്റെയൊക്കെ കേക്കൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ഉറുമ്പൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉറുമ്പൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലായിടവും ഒന്ന് തേച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. ആ ഒരു ഇത് വാസ്ലിൻ്റെ മണവും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സ് അതുപോലെ തന്നെ ബാഗ് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുമ്പോൾ അതിൻ്റെ പുറമൊക്കെ മങ്ങി ഒട്ടും തന്നെ ഭംഗിയില്ലാതാവാറുണ്ട്. കുറേ ദിവസമായ ബാഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് കുറച്ച് വാസ്ലിൻ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് വാസ്ലിൻ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം
നമുക്കതിനെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ പറ്റിയിരിക്കുന്ന അഴുക്കും അതുപോലെ തന്നെ പൊടിയും എല്ലാം മാറി നല്ലൊരു ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും അറിയാനുള്ള ടിപ്സുകളായിരിക്കും, എങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടണമെങ്കിലോ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്സുകളെല്ലാം നോക്കണം. അപ്പോൾ ഞാൻ ദാ ഇവിടെ ആ വാസലിൻ കൊണ്ടുള്ള എല്ലായിടത്തും നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. നമ്മൾ തുടയ്ക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ, അത് നല്ലതുപോലെ ഭംഗിക്ക് നല്ല ഗ്ലേസിങ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ ആ ഒരു സിബ് ഭയങ്കര മുടുക്കമായിരിക്കും ചിലപ്പോഴൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കുറച്ച് വാസലിൻ എടുത്ത് ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ സിബിനെ ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഇത് വരാൻ പറ്റും കേട്ടോ. കണ്ടാൽ നമുക്ക് നേരത്തെ നോക്കിയപ്പോൾ നല്ലൊരു മുടുക്കമായിരുന്നു. ഇപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ ആ സിബ് എടുക്കാനും തുറക്കാനും അടയ്ക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും നമ്മളിതുപോലെ വാസലിനൊക്കെ വെച്ച് തേച്ച ശേഷം നല്ലതുപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം നല്ലതുപോലെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ബാഗ് മാത്രമല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പേഴ്സൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ ഭംഗിക്കിരിക്കും. പൊടിയൊന്നുമില്ല, നല്ല കാണാനും നല്ല ഗ്ലേസിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണേ.